നമസ്കാരം. കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ കുടുംബങ്ങൾക്ക് വേറിട്ട കണി ഉത്സവം ഒരുക്കിയിരിക്കുകയാണ് സാരഥി കുവൈറ്റിന്റെ സാൽമിയ ഏരിയയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ. പുലർച്ചെ കണി വിഭവങ്ങൾ ഒരുക്കി വീട്ടുപടിക്കൽ കണിയൊരുക്കിയാണ് ഇവർ കുടുംബങ്ങളെ വിഷുപ്പുലരിയിലേക്ക് വരവേറ്റത്. ആ കാഴ്ചകൾ കാണാം. സമയം പുലർച്ചെ 2 മണി. ഫ്ലാറ്റ് സമുച്ചയത്തിലെ വീടിൻ്റെ വാതിലിൽ മുട്ടുകേട്ടാണ് വീട്ടുകാർ വാതിൽ തുറന്നത്. വിഷുപ്പുലരിയിലേക്ക് കൺതുറന്ന അവരെ കാത്തിരുന്നത് മനോഹരമായ ദൃശ്യാനുഭവമായിരുന്നു. കൺമുന്നിലതാ കണ്ണൻ്റെ നിറച്ചാർത്ത്. കണി കണ്ണിറയെ കണ്ട് അവർ ചുറ്റും കണ്ണോടിച്ചെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഈ കുവൈറ്റിൽ ആരാണ് തങ്ങളുടെ വീട്ടുപടിക്കൽ കണിയൊരുക്കിയതെന്നറിയാതെ അവർ ആദ്യം ഒന്ന് അമ്പരന്നു. അമ്പരപ്പ് അത്ഭുതത്തിലേക്കും ആഹ്ലാദത്തിലേക്കും വഴിമാറിയത് പെട്ടെന്നായിരുന്നു. ഒരു കൂട്ടം യുവാക്കൾ വീട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വീട്ടിലൊരുക്കുന്ന കണി അനുഭവമാണ് വീട്ടുകാർക്ക് വീട്ടുമുറ്റത്ത് കാണാനായത്. മനോഹരമായ തളികയിൽ ഫലമൂലാദികളും കണിക്കുന്നയും പിന്നെ കണ്ണനും. ആരും പറയാതെ തങ്ങളെ തേടിയെത്തിയ കണ്ണനെ ആവോളം തൊഴുത് ഭക്തി നിർവൃതിയിലായ അവർ നന്ദി പറഞ്ഞു. പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയതാണ് ഇവരുടെ കണി കാണിക്കൽ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കണി വീട്ടുവാതിൽക്കൽ കൊണ്ടുവയ്ക്കും. വാതിലിൽ മുട്ടി വീട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിക്കും. വാതിൽ തുറക്കുന്ന കുടുംബങ്ങൾ വാതിൽക്കൽ ഇരിക്കുന്ന നിറകണി ഭക്തിയോടെ ദർശിക്കും. പിന്നെയാണ് അവർ അന്വേഷിക്കുക ഏത് ഭക്തരാണ് തങ്ങളെ കണി കാണിച്ചതെന്ന്. തീർച്ചയായിട്ടും ഇത് നമ്മൾ തുടർച്ചയായിട്ടൊരു 3-4 വർഷമായിട്ട് നമ്മൾ സാരഥിയുടെ നമ്മുടെ സാൽമിയ കുടുംബങ്ങളിൽ എല്ലായിടത്തും നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ 1.5 കൂടിയാണ് നമ്മൾ എല്ലാ വർഷവും ഇറങ്ങാറുള്ളത്. ഏകദേശം ഒരു 30ഓളം ഭവനങ്ങൾ നമ്മൾ സന്ദർശിക്കും. അത് കണികളെ കാണിക്കും. ഒരു 6 പേര് ഉള്ള ഒരു ടീമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം ഓരോരോ പാർട്ടായിട്ടായിരിക്കും നമ്മളിത് പെട്ടെന്ന് അസംബിൾ ചെയ്യുന്നത്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കൃഷ്ണനെ, അതുപോലെ കണി വെക്കുന്ന താലം എല്ലാം നമ്മൾ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സംഭവങ്ങൾ നടന്നിട്ട് നമ്മൾ പോരുകയാണ്. നമ്മൾ കൊണ്ടുവെക്കും. നമ്മളെ ആരും കാണത്തില്ല. നമ്മൾ കോളിംഗ് ബെൽ അടിക്കും. അവർ തുറന്നു നോക്കുമ്പോൾ അവരെ കണിയായിരിക്കും കാണുന്നത്.
പണ്ട് ഈ കണി കാണിക്കൽ ചടങ്ങ് ഗ്രാമങ്ങളിൽ നാട്ടുനടപ്പായിരുന്നു. കാലാന്തരത്തിൽ മലയാളിക്ക് സമയമില്ലാതായതോടെ ഈ ചടങ്ങും വിസ്മൃതിയിലായി. ഗൃഹാതുരത്വത്തിൻ്റെ നാടൻ നേരുകളാണ് കുവൈറ്റിലെ ഈ ചെറുപ്പക്കാർ വിഷുദിനത്തിൽ കുടുംബങ്ങൾക്ക് പകർന്നു നൽകിയത്. കണി കാണിച്ച വീടുകളിലെ അംഗങ്ങൾക്ക് കൈനീട്ടവും നൽകിയാണ് അവർ വിഷുപ്പുലരി മറക്കാനാകാത്ത ഓർമ്മ ദിനമാക്കിയത്. സമ്പൽ സമൃദ്ധിയുടെ കണിക്കാഴ്ചകളുമായി മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. സാരഥി കുവൈറ്റിന്റെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ആഘോഷ പരിപാടികളാണ് ഈ അവധി ദിനത്തിൽ നടന്നത്. വാരാന്ത്യ അവധി ദിനങ്ങൾ തിരഞ്ഞെടുത്ത് ആഘോഷ പരിപാടികൾ നടത്തുന്നത് കാരണം വിഷു ആഘോഷങ്ങൾ ആഴ്ചകൾ നീണ്ടു നിൽക്കും. സാരഥി കുവൈറ്റിന്റെ 10ഓളം യൂണിറ്റുകളാണ് വിവിധ ഏരിയകളിലായി വിഷു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിഷുക്കണിയൊരുക്കിയും കുട്ടികളുടെ മറ്റു കലാപരിപാടികളും കോർത്തിണക്കിക്കൊണ്ടും വിഷു സദ്യയും നടത്തിയാണ് സമ്പൽ സമൃദ്ധിയുടെ വിഷുവിനെ ആഘോഷമാക്കിയത്. കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ കൊള്ളും ലലാടം കൈതൊഴും. സാൽമിയ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ടിൻഡു വിനീഷ് സ്വാഗതം പറഞ്ഞു. കൺവീനർ റിനു ഗോപി അധ്യക്ഷത വഹിച്ച സാംസ്കാരിക ചടങ്ങ് പ്രസിഡന്റ് ജിതേഷ് MP ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സിബി പുരുഷോത്തമൻ, സെക്രട്ടറി സൈജു ചന്ദ്രൻ, ജോയിന്റ് ട്രഷറർ വിനേഷ് വാസുദേവ്, ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, സെക്രട്ടറി ബിന്ദു സജീവ്, വനിതാവേദി കൺവീനർ സുവി അജിത്, ഗുരുകുലം കൺവീനർ മാസ്റ്റർ അഭിനവ് റിനു എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മുരളി വിഷു സന്ദേശം നൽകി. പ്രീത സതീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് അപ്ഡേറ്റ്. ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾക്കും കുട്ടികൾക്ക് വഴികാട്ടിയായി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. 11-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം J&A ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ജോൺ തുരുത്തിക്കര നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി തിരഞ്ഞെടുക്കുന്നതിന് ശരിയായ മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി IES കുവൈറ്റും J&A ഗ്രൂപ്പ് സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. J&A ഗ്രൂപ്പ് കുവൈറ്റിന്റെ സംഘാടനത്തിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ആഗോള കരിയർ ഓപ്പർച്യൂണിറ്റികളും സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരുന്നു. ശരിയായ അക്കാദമിക് ട്രാക്ക് തിരഞ്ഞെടുക്കുകയാണ് കരിയറിന്റെ വിജയത്തിന്റെ ആദ്യപടിയെന്ന് J&A ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ജോൺ തുരുത്തിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ സ്റ്റഡി ഓപ്പർച്യൂണിറ്റികൾ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. വിദേശ പഠനം, സ്കോളർഷിപ്പ്, വിസ ഗൈഡൻസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യോത്തരവേളയും നടന്നു. റാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബിന്റെ നേതൃത്വത്തിൽ റാപ്റ്റേഴ്സ് പ്രീമിയർ ബാഡ്മിന്റൺ ചലഞ്ച് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 200-ലേറെ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ പ്രൊഫഷണൽ വിഭാഗത്തിൽ അനീഫ് എഡിസൺ ടീം കിരീടം നേടി. സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ടൂർണമെന്റിൽ ലേഡീസ്, ബിഗിനർ, ലോവർ ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ മാസ്റ്റർ, അഡ്വാൻസ്, പ്രൊഫഷണൽ എന്നീ വിഭാഗങ്ങളിലായി 200-ലേറെ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്.
പ്രൊഫഷണൽ വിഭാഗത്തിൽ അനീഫ് എഡിസൺ ടീം കിരീടം നേടി. കുസായി ഫർഹാൻ ടീം 2ാം സ്ഥാനം നേടി. വിവിധ വിഭാഗങ്ങളിലായി വിജയിച്ചവർക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും ചടങ്ങിൽ കൈമാറി. ഫ്രാൻസിസ്, ജോളി, സജീവ്, അനിൽ, അജോ, ജിജീഷ്, ആനന്ദ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. കളികൾ സന്തോഷ് മത്തായി, ജോബിൻ, വരുൺ ജോസി എന്നിവർ നിയന്ത്രിച്ചു. കുവൈറ്റ് സെന്റ് ബേസിൽ ഇടവകയുടെ ഈസ്റ്റർ സർവീസ് നടന്നു. ഫാദർ അജു കെ വർഗീസിന്റെയും ഫാദർ വർഗീസ് പി സിയുടെയും നേതൃത്വത്തിൽ സെന്റ് ബേസിൽ ചർച്ചിൽ നടന്ന പരിപാടിയിൽ ഒട്ടേറെ വിശ്വാസികളാണ് ഭക്ത്യാദരപൂർവ്വം പങ്കെടുത്തത്. തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് പ്രത്യാശയുടെ സന്ദേശവുമായി കുവൈറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഈസ്റ്റർ ആഘോഷിച്ചു. അഹമ്മദി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ യൂഹോനാൻ മോർ മിലിത്തിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി സാമുവൽ CP അച്ഛൻ, റെമി എബ്രഹാം അച്ഛൻ എന്നിവർ സഹ കാർമ്മികരായിരുന്നു. ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകളിലും പ്രദക്ഷിണത്തിലും വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം പങ്കെടുത്തു. ജീവിക്കുന്നു. പിന്നീട് സ്നേഹവും പ്രതി ഞങ്ങൾ സുഖിക്കണമേ. നിന്റെ ശ്രീമായ വന്ദിക്കുവാൻ ഒരു സാധ്യത പോലെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഞങ്ങളുടെ പരിശു നിന്റെ രാജ്യത്തിൽ ആനന്ദിക്കണമേ. ഞങ്ങളുടെ വൃത്താവേ ഞാൻ ദൈവമേ. ഹ്രസ്വ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിച്ചേർന്ന സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ A. കബീറിന് OICC കുവൈറ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രസിഡന്റ് മനോജ് റോയ് അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗം നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. മനോജ് റോയും ജനറൽ സെക്രട്ടറി കലേഷ് പിള്ളയും ചേർന്ന് അദ്ദേഹത്തിന് മൊമന്റോ കൈമാറി. സാബു തോമസ് നന്ദി പറഞ്ഞു. വോയിസ് കുവൈറ്റ് വനിതാവേദി പിക്നിക് സംഘടിപ്പിച്ചു. കബ്ദ് റിസോർട്ടിൽ നടന്ന പിക്നിക് ചെയർമാൻ PG ബിനു ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് സരിത രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജോയ് നന്ദനം, PM നായർ, ഡോക്ടർ സാജു P. ശശി തുടങ്ങിയവർ സംസാരിച്ചു. വൈവിധ്യമാർന്ന കലാ കായിക വിനോദ പരിപാടികളും ഗാനമേളയും അരങ്ങേറി. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിജയികൾക്കായുള്ള സമ്മാനങ്ങൾ ഭാരവാഹികളുടെ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി കൃഷ്ണ സ്വാഗതവും വനിതാവേദി ട്രഷറർ അനീജ രാജേഷ് നന്ദിയും പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയത്തിന്റെ ഈസ്റ്റർ ശുശ്രൂഷകൾ ഫാദർ സിജിൽ ജോസ് അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഫാദർ മനോജ് തോമസ് അച്ഛൻ സഹ കാർമ്മികത്വം വഹിച്ചു. ഇതിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. അഹമ്മദി സെന്റ് തോമസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ നടന്ന ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ എബ്രഹാം PJ, ഫാദർ ജോമോൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആരാധനയിൽ പങ്കെടുത്തത്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവക ഉയിർപ്പ് പെരുന്നാൾ കൊണ്ടാടി. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്കും തുടർന്ന് നടന്ന സമൂഹ ബലിക്കും മഹാ ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ, സഹവികാരി ഫാദർ മാത്യു തോമസ്, ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ച് ഓടിച്ചിരിക്കുന്നു.
സാരഥി കുവൈറ്റ് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജിതേഷ് എം പി, ജനറൽ സെക്രട്ടറിയായി വിനോദ് ചേപ്പാറയിൽ, ട്രഷററായി അനിൽ ശിവരാമനെയും തെരഞ്ഞെടുത്തു. സിബി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റായും സെക്രട്ടറിയായി സൈജു എം ചന്ദ്രനെയും ജോയിന്റ് ട്രഷററായി വിനീഷ് വാസുദേവനും ചുമതലയേറ്റു. ബിജി അജിത് കുമാറാണ് വനിതാ ചെയർപേഴ്സൺ, ബീന റജി വൈസ് ചെയർമാൻ, പാർവതി അരുൺ സെക്രട്ടറി, ശില്പ സുകേഷ് ജോയിന്റ് സെക്രട്ടറി, ടിൻഡു വിനീഷ് ട്രഷറർ, ജ്യോതി വിനോദ് ജോയിന്റ് ട്രഷറർ എന്നിവരുമാണ് മറ്റു ഭാരവാഹികൾ. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. There are 4 teams with us today. Once again welcome to KQ Matters 2024 where knowledge reigns supreme. So first we will introduce the quizzers for today's episode. Hi, my name is Harif. My name is Abhinav. I am from grade 10. My name is Ishani Bhattacharya. I'm from grade 9. My name is Akshobhya Mandirata. I'm from grade 11. My name is Harshit Chaudhary. I am of 12A. My name is Muhit Javed Paka. I'm from class 12. My name is Karen Ann Bobby, class 10. My name is Riddhi Singh, class 10. Round number 1, general knowledge. The first question is to Team A. What is the full form of GPT? GPT stands for what? Your time starts now. You can guess. Generally programmed trained. Generally programmed, trained. Yes, one or two words are very similar, but the correct answer is generative pre-trained transformers. Question number 2 to Team B. This is your question. Identify the library. Looks like an indoor stadium. Actually, it is a library. Can you identify? The time started. 24 seconds. George Washington Memorial Library. George Washington Memorial Library. No, the answer is wrong. The correct answer is the Library of Congress, Washington, D.C., the USA. Question number 3 to Team C. All right, this image shows the structure of an influenza virus. What type of genetic material does this virus contain? Yeah. Is it RNA? RNA. So can you give the... So RNA is the answer. So can you expand what RNA stands for, right? Can you expand? No. Yeah. Is RNA correct? It's probably something nucleic acid. Correct. So the correct answer is ribonucleic acid. The first round is going to be over in this segment. Question number 4 to Team D, picture based. Which of these is not really a kind of bear? Giant panda, polar panda, red panda, and grizzly panda. 30 seconds. Your time starts now. The answer is red panda. Right answer. So the first round of this segment is over. Now we go to the second round of the segment. It is again picture based. Observe the picture of reaction. What is this picture about? Is a reaction. What is this picture about? Nuclear bomb. Nuclear bomb. Nuclear reaction. Nuclear reaction. The answer is correct. You get 10 points. It is nuclear reaction. The second question of the second round is to Team B. Team B, your question. Identify the planet that features landmarks such as Olympus Mons and Valles Marineris, as shown in the image. Olympus Mons and Valles Marineris. Is it Mars? It is Mars. Are you sure? Right answer. Well done, Team B. Next question is to Team C. Identify this agricultural method. Greenhouse. No, the answer is wrong. The correct answer is hydroponics. Last question of the segment is to Team D. The visual treat in the sky can be visible if you travel to Iceland, Alaska, Sweden, etc. What is this phenomenon called? Aurora Borealis. Yeah, the correct answer.
you get 10 points. The Northern Lights otherwise. After the first segment, the results are ready. Now I will read out the results. Team A with 10 points, Team B with 10 points, Team C with 10 points, and Team D is leading with 20 points. Well done, Team D.